പ്രവേശിച്ച് തൊട്ട് സൈഡിൽ ജനാല തുറന്നിട്ടാണ് ഇത് തുറന്നിരിക്കുന്നതെന്നാണ് നമ്മളിപ്പോൾ അസ്യൂം ചെയ്തിരിക്കുന്നത്. ചെയ്തത് കൊടും ക്രൂരത തന്നെയാണ്. ഇന്നലെ വൈകിട്ടത്തെ കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ 8 മണിക്കുള്ള പ്ലാറ്റ്ഫോം ടിക്കറ്റ് ഈ വാതിക്കൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഈ കയറുമ്പോൾ ഈ വാതിലിൻ്റെ എന്ന് വെച്ചാൽ നമുക്കറിയാം വീടിൻ്റെ ഫ്രണ്ടിലത്തെ വാതിൽക്ക് തന്നെ ഒരു അമ്മിക്കൽ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. പക്ഷേ അത് ഡോറിൽ അടിച്ചതായിട്ടൊന്നും ഡോറിൽ അങ്ങനത്തെ പാടുകളൊന്നും കാണുന്നുമില്ല. വളരെ ദാരുണമായിരുന്നു. നമ്മളിപ്പോൾ നിൽക്കുന്നത് വിജയകുമാറിൻ്റെ മതിലിന് ഇപ്പുറത്തുള്ള ഒരു ചെറിയൊരു റോഡിൻ്റെ അടുത്താണ്. ഈ ഒരു മതിൽ എന്ന് പറയുന്നത് അത്രയും വലുപ്പമുണ്ട്. ഈ ഒരു മതിൽ എന്ന് പറയുന്നത് ഈ ഒരു മതിൽ ചാടിയിട്ട് ഒരിക്കലും തന്നെ ഒരാൾക്ക് അപ്പുറത്തേക്ക് ചാടാനുള്ള യാതൊരു തരത്തിലുള്ള ഒരു എന്താ പറയുക ചാൻസും ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. പിന്നെയുള്ളൊരു ആകെയുള്ളൊരു ചാൻസ് എന്ന് പറയുന്നത് ഗേറ്റ് ചാടി അകത്തേക്ക് കടക്കുക എന്നുള്ള കാര്യമാണ്. ഗേറ്റ് ചാടി അകത്തേക്ക് കടന്നിട്ടാണ് ഈ ഒരു കൊലപാതകം നടത്തിയിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. CCTV ദൃശ്യങ്ങളൊന്നും തന്നെ ഇതുവരെ ലഭിച്ചിട്ടില്ല. പിന്നെ ഇതിൽ വരുന്നത് ആസാം സ്വദേശിയുടെ ഒരു കാര്യമെന്ന് ആസാം സ്വദേശിയാണ് ഈ ഒരു കുറ്റകൃത്യം ചെയ്തത് എന്നുള്ളൊരു നിഗമനത്തിലേക്ക് നാട്ടുകാരും മറ്റുള്ളവരും എല്ലാവർക്കും അത്തരത്തിലൊരു സംശയം നിലനിൽക്കുന്നുണ്ട്. ഇതിനു മുമ്പും അദ്ദേഹവുമായി ബന്ധപ്പെട്ടൊരു കേസ് നിലനിന്ന് കഴിഞ്ഞ മാസമാണ് അദ്ദേഹം ജയിലിൽ നിന്നും പുറത്തിറങ്ങിയത്. അതിൻ്റെ വൈരാഗ്യത്തോടു കൂടിയാണ് ഈ ഒരു പ്രവൃത്തി ചെയ്തിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം മലയാളികളെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ളൊരു കേസ് എന്ന് പറയുന്നത് വളരെ വിചിത്രമാണ്. ഇത് തന്നെ നമുക്ക് കാണാൻ പറ്റും. കാരണം ഒരു ആസാം സ്വദേശിയാണ് ഇത് ചെയ്തിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാവുന്ന ഒരു കാര്യമാണ്. കാരണം തെളിവുകളെല്ലാം തന്നെ അദ്ദേഹത്തിന് അടുത്താണ് നിൽക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. നേരത്തെ മുൻ കൗൺസിലർ നമ്മളോട് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം വ്യക്തമാക്കിയ ഒരു കാര്യമായിരുന്നു ട്രെയിൻ ടിക്കറ്റ്, പ്ലാറ്റ്ഫോം ടിക്കറ്റ് ഈ ഒരു വീടിൻ്റെ പടിവാതിൽക്കൽ നിന്നും ലഭിച്ചു എന്നുള്ളതാണ്. ആസാം സ്വദേശിയുടെ തന്നെയാണ് എന്നാണ് നിഗമനം ലഭിച്ചിരിക്കുന്നത്. ഇത് തികച്ചും ക്രൂരമായ ഒരു കൊലപാതകം തന്നെയാണ്, അല്ലാതെ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ഈ ഇവിടെ ജോലിക്കുണ്ടായിരുന്ന ഒരു 5-8 മാസം ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു ആസാം സ്വദേശി ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ ഒരു ഫോൺ മോഷണത്തിൻ്റെ പേരിൽ പറഞ്ഞു വിട്ട് അത് കഴിഞ്ഞ് അയാൾ ഇവിടെ വന്ന് ഈ ഗേറ്റിൻ്റെ മേളിൽ കയറി ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കിയതിൻ്റെ പേരിൽ പോലീസിൽ വിളിച്ച് പറഞ്ഞതിൻ്റെ സ്ഥിതിയിൽ പിടിച്ച് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. പോലീസ് 5.5 മാസത്തോളം അകത്തായിരുന്നു. ഈ കഴിഞ്ഞ ഏപ്രിൽ 4-ാം തീയതിയാണ് അയാൾ വെളിയിലിറങ്ങിയത്. ആ ഒരു വൈരാഗ്യം തന്നെയാണ് ഉള്ളത്. നമ്മുടെ നാട്ടിലെ ആൾക്കാരുടെ ഒരു മാനസികതയല്ല ഇവർക്കുള്ളത്. അത് നമുക്ക് കൃത്യമായിട്ട് കാര്യം മുഖമൊക്കെ അടിച്ചു പൊളിച്ച ഒരു സ്ഥിതിക്ക് നമുക്ക് തിരിച്ചറിയാൻ മേലാത്തൊരു സ്ഥിതിയായി നിൽക്കുന്ന സ്ഥിതിക്ക് ഇയാൾ ചെയ്തത് കൊടും ക്രൂരത തന്നെയാണ്. അത് യാതൊരു സംശയം വേണ്ട. ഇയാളുടെ പേരിലുള്ള ഇന്നലെ വൈകിട്ടത്തെ കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ 8 മണിക്കുള്ള പ്ലാറ്റ്ഫോം ടിക്കറ്റ് ഈ വാതിക്കൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതുകൂടാതെ പോലീസ് വന്ന് ഈ കോമ്പൗണ്ടിൻ്റെ അകത്ത് ഒരു റൗണ്ട് ചുറ്റിക്കറങ്ങിയിട്ടുണ്ട്. അതുപോലെ ഒരു ഡ്രില്ലിംഗ് മെഷീൻ, കൈകൊണ്ട് തിരിക്കുന്ന ഡ്രില്ലിംഗ് മെഷീൻ അവിടെ നിന്നും കിട്ടിയിട്ടുണ്ട്. ആ ഡ്രില്ലിംഗ് മെഷീൻ കൊണ്ട് ഈ വാതിലിൻ്റെ അകം തുറന്ന ഒച്ച കേൾക്കത്തില്ല, അങ്ങനെ തുറന്നാണ് ഇത് തുറന്നിരിക്കുന്നത്. അതാണ് സംഭവിച്ചിരിക്കുന്നത്. എന്താ ഈ ഒരു നമ്മളിപ്പോൾ മെയിൻ റോഡിലാണല്ലോ ഇപ്പം നിൽക്കുന്നത്. എങ്ങനെയായിരിക്കും അകത്തേക്ക് കയറിയത് എന്നുള്ളൊരു നിഗമനം എന്തെങ്കിലും ഉണ്ടോ? അത് അറിയാൻ പറ്റത്തില്ല. ഇപ്പോൾ പോലീസ് അതെല്ലാം പോലീസ് കസ്റ്റഡിയിലുണ്ട്. അതുകൂടാതെ ഈ പോലീസിന് ഈ കോമ്പൗണ്ടിന് ചുറ്റും കറങ്ങിയിട്ട് ഇവിടെ ഈ കോമ്പൗണ്ടിൻ്റെ മേളിൽ കയറി നിന്നിട്ടാണ് തിരിച്ചു പോയത്. അത് അത്രേ വന്നിട്ടുള്ളൂ. പക്ഷേ CCTV ക്യാമറ എല്ലാം പോലീസ് കസ്റ്റഡിയിലുണ്ട്. അപ്പോൾ ഇത് തികച്ചും കൊലപാതകം തന്നെയാണെന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാം. പോലീസ് ആളെ ഐഡൻറ്റിഫൈ ചെയ്ത് രീതിയും ശരിയായി വെച്ചിട്ടുണ്ട്. കാര്യം അല്ലെങ്കിൽ ഈ പ്ലാറ്റ്ഫോം ടിക്കറ്റ് ഇവിടെ കിടന്ന് കിട്ടേണ്ട കാര്യമില്ല. ട്രില്ലർ അവിടെ കിട്ടിയിട്ടുണ്ട്. ജോലിക്കാരി അവർ തിരുവാർപ്പുകാരിയാണ്. അവർ പാവം അവർ രാവിലെ വന്നപ്പോഴാണ് ഇത് അറിയുന്നത് വന്നപ്പോൾ ഡോർ തുറന്ന് കിടക്കുന്നു. അവർ വിജയകുമാറിനെ ഫോണിൽ വിളിക്കുന്നു, ഫോൺ കിട്ടുന്നില്ല. അവരൊന്ന് പെരക്കകത്തോട്ട് കയറുന്നു. അന്നേരമാണ് ഇത് കാണുന്നത്. നിലവിൽ ഇവർ രണ്ടുപേരും മാത്രമേ ഉള്ളൂ വീട്ടിനകത്ത്. ആ ഭാര്യയും ഭർത്താവുള്ളൂ. മകൻ നേരത്തെ ഒരു 7 വർഷം മുമ്പ് മരിച്ചുപോയി. അതിപ്പോൾ CBI ആണ് അന്വേഷിക്കുന്നത്. അതിൻ്റെ ഏകദേശം അത് തീർപ്പ് കൽപ്പിക്കാറായി വന്നിട്ടുണ്ട്. CBIയുടെ കയ്യിലാണ് ആ കേസ്. അതിനുവേണ്ടി എല്ലാ കാശ് മുടക്കിയതും അതിൻ്റെ പുറകെ നടന്നതും എല്ലാം ഈ വിജയകുമാറായിരുന്നു. അങ്ങനെ ഒരു തികച്ചും വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു ചിന്തയും കൂടി വീട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അവരതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇത് ഏതായാലും കൊലപാതകം തന്നെയാണെന്നുള്ളത് വ്യക്തമായി. അതിനെ ആളെയും ഐഡൻറ്റിഫൈ ചെയ്തത് വെച്ച് മുൻ ആസാം സ്വദേശി തന്നെയാണ് എന്നുള്ളതാണ്
ഈ മഴ ഉപയോഗിച്ച അങ്ങനെ കോടാലി കൊണ്ടാണ് മുഖം തലയൊട്ടിയൊക്കെ വികൃതമാക്കിയിരിക്കുന്നത്. അത് എന്നിട്ട് അവിടെ തന്നെ ഉണ്ട്. പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോയില്ല. ഇപ്പം ഡോസ് സ്ക്വാഡ് വന്നു, മറ്റേ ഫോറൻസിക് വിദഗ്ധ വന്നു. അവർ അതിൻ്റെയൊക്കെ തെളിവെടുത്തിട്ട് SP വന്ന് SP ഇപ്പം പോയതേ ഉള്ളൂ. അങ്ങനെ നിൽക്കുന്നു. കാരണം കൃത്യമായ ഒരു പ്ലാനിങ്ങോട് കൂടിയാണ് ഈ ഒരു ആസൂത്രണമായിട്ടുള്ള ഒരു കൊലപാതകം ചെയ്തിരിക്കുന്നത് എന്ന് നമുക്ക് വ്യക്തമാക്കി മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം കൂടിയാണ്. ഈ വീടുമായി മുൻപരിചയമുള്ള ഒരാൾക്ക് മാത്രമേ ഇത്തരത്തിലൊരു കൊലപാതകം ചെയ്യാൻ പറ്റൂ എന്നുള്ള കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കണം. കാരണം കൃത്യമായ ഓരോ സ്ഥലവും കൃത്യമായി അദ്ദേഹത്തിന് അറിയാം എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. ഒരു വളർത്തുനായ ഈ ഒരു വീട്ടിലുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി നമുക്ക് ഈ ഒരു കേസിൽ എടുത്ത് പറയേണ്ടിയിരിക്കുന്നു. ആ ഒരു നായയാണെങ്കിലും ഈ ഒരു അസ്വാഭാവികമായ സാഹചര്യത്തിൽ ഒന്നും തന്നെ യാതൊരു തരത്തിലുള്ള ശബ്ദങ്ങളൊന്നും തന്നെ ഉണ്ടാക്കാതെ വളരെ സൈലൻ്റ് ആയിട്ട് തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത് എന്നുള്ളത് പോലീസുകാരെയൊക്കെ തന്നെ ഉറ്റുനോക്കുന്ന വേറൊരു സംശയമാണ്. കാരണം പരിചയം ഉള്ള ഒരാളാണ് ഈ ഒരു പ്രവൃത്തി ചെയ്തിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ആ ഒരു കാര്യം കൂടി എടുത്തു നോക്കുമ്പോൾ കൂടുതൽ നടപടിക്രമങ്ങൾ എന്തായിരിക്കും എന്നുള്ളത് പോസ്റ്റ്മോർട്ടവും മറ്റ് കാര്യങ്ങളെല്ലാം തന്നെ, അതുപോലെ തന്നെ CCTV ഹാർഡ് ഡിസ്ക് പോലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു കേസിൽ വളരെ വലിയൊരു തെളിവ് കൂടിയാണ്. ആ ഒരു തെളിവുകളെല്ലാം തന്നെ ലഭിച്ചതിന് ശേഷമാണ് ഒരു പ്രതിയെ പെട്ടെന്ന് തന്നെ പോലീസുകാർ കണ്ടുപിടിക്കും അല്ലെങ്കിൽ പിടിക്കും എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. SP-യുടെ വാക്കുകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് പ്രതി ആരാണെന്ന് അവർക്കൊരു കൃത്യമായൊരു നിഗമനം ലഭിച്ചിട്ടുണ്ട്. അത് വീട്ടുജോലിക്കാരിൽ നിന്നും കിട്ടിയ മൊഴികളെല്ലാം തന്നെ അതുമായി അടിസ്ഥാനപ്പെടുത്തിയാണ് ലഭിച്ചിരിക്കുന്നത്. അത് പറഞ്ഞത് നമുക്ക് കൺഫർമേഷൻ ആവാൻ കുറച്ച് സമയമെടുക്കും. അതുകൊണ്ടാണ് ആ വിവരങ്ങൾ ഇപ്പോൾ വെളിപ്പെടുത്താനാവില്ല. നമുക്ക് വ്യക്തമായ സൂചനകൾ കിട്ടിയിട്ടുണ്ട്. പ്രതിയിലേക്ക് ഉടനെ തന്നെ നമ്മൾ എത്തിച്ചേരും. വളരെ ബ്രൂട്ടലായിട്ടുള്ള രീതിയിലാണ് മർഡേഴ്സ് നടന്നിരിക്കുന്നത്. ഭർത്താവിൻ്റെയും ഭാര്യയുടെയും മൃതദേഹങ്ങൾ 2 വ്യത്യസ്ത റൂമുകളിലായിട്ടാണ് കിടക്കുന്നത്. നമ്മളിപ്പോൾ FIR രജിസ്ട്രേഷൻ പൂർത്തിയായതിനു ശേഷം ശാസ്ത്രീയ പരിശോധനകൾ, വീഡിയോ ദൃശ്യത്തിൻ്റെ സഹിതം ശാസ്ത്രീയ പരിശോധനകൾ, ഡോഗ് സ്ക്വാഡിൻ്റെ പരിശോധന, ഫിംഗർ പ്രിൻ്റ് പരിശോധന, ഇതെല്ലാം കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. വീടിൻ്റെ ഫ്രണ്ട് ഡോറ് തുറന്നാണ് കയറിയിരിക്കുന്നത്. അത് ഒരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് തൊട്ട് സൈഡിൽ ജനാല തുറന്നിട്ടാണ് ഇത് തുറന്നിരിക്കുന്നതെന്നാണ് നമ്മളിപ്പോൾ അസ്യൂം ചെയ്തിരിക്കുന്നത്. അതുപോലെ ഈ വെപ്പൺ എടുത്തിരിക്കുന്നതും ഈ വീടിൻ്റെ ഔട്ട് ഹൗസിൽ നിന്നാണ് വെപ്പൺ എടുത്തിരിക്കുന്നത്. ആ വെപ്പണാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വെപ്പൺ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. കോടാലിയാണ്. അമ്മിക്കല്ല് നമുക്ക് തോന്നുന്നത് ഫ്രണ്ട് ഡോറ് ബ്രേക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നിരുന്നതാണ്. അത് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല, അവിടെ തന്നെ ഇട്ടിരിക്കുകയാണ്. മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായി കഴിഞ്ഞാൽ ഉടനെ അതാ പറഞ്ഞത്, നമുക്ക് കൃത്യമായിട്ടുള്ള സൂചനകളുണ്ട്. എത്രയും വേഗം പ്രതിയെ പിടിക്കും. പ്രതിയെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇൻഫർമേഷൻ തരാം. ജോലിക്കാരി കുറച്ച് ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. ഇവിടെ ഉണ്ടായിരുന്ന ജോലിക്കാരെ കുറിച്ചിട്ടൊക്കെ ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. ഇല്ല, കസ്റ്റഡിയിൽ പ്രതികളൊന്നും കസ്റ്റഡിയിൽ നമുക്ക് കിട്ടിയിട്ടില്ല ഇതുവരെ. അങ്ങനെയും പറയാറായിട്ടില്ല. നമ്മൾ അന്വേഷിക്കുന്നുണ്ട്. ഉടനെ പിടിക്കും. മകൻ്റെ മരണമായിട്ട് ബന്ധപ്പെട്ട് നിലവിൽ നമുക്ക് വേറെ സംശയങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അത് 2018 സംഭവിച്ച ഒരു മരണമായിരുന്നു. അതെ, അദ്ദേഹം തന്നെ ഹൈക്കോടതിയുമായിട്ട് ബന്ധപ്പെട്ട് കേസ് നടത്തി അത് CBIക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. നമ്മൾ കേസ് ഫയൽസ് എല്ലാം CBIക്ക് കൊടുത്തിട്ടുള്ളതാണ്. ഇപ്പോൾ ഈ വിവരങ്ങളും നമ്മൾ CBIനെ ധരിപ്പിച്ചു. സൂചന രാത്രിയിലാവാനാണ് മോസ്റ്റ് പ്രോബബിലിറ്റി. DVR നമുക്ക് ഇവിടെ നിന്ന് ലഭ്യമായിട്ടില്ല. DVR മിസ്സിംഗ് ആണ്. അങ്ങനെ ആവാൻ സാധ്യതയുണ്ട്. ഒരു പ്രൊഫഷണൽ അപ്രോച്ച് ഒന്നും തോന്നുന്നില്ല ഇത് കണ്ടിട്ട്. വ്യക്തിപരമായ കാരണങ്ങളാണോ അല്ലെങ്കിൽ എന്തെങ്കിലും സാമ്പത്തികപരമായ കാരണങ്ങളാണ്, അങ്ങനെ എന്തെങ്കിലും നമുക്ക് വ്യക്തിപരമാണെന്നാണ് നമുക്കിപ്പോൾ പറയാൻ സാധിക്കുക. അമിത്തിനെ അറസ്റ്റ് ചെയ്ത കേസുമായി ബന്ധപ്പെട്ട അമിത് കേസിന്റെ കാര്യങ്ങളെന്ന് പറയുന്നത് ഫോൺ തട്ടിയെടുത്ത് സാമ്പത്തിക തട്ടിപ്പ് നടത്തി. അത് സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ ഒരു കേസായിരുന്നു. അത് കഴിഞ്ഞ സെപ്റ്റംബറിൽ രജിസ്റ്റർ ചെയ്ത കേസാണ്. നമ്മൾ പരിശോധിക്കുന്നുണ്ട്. റെയിൽവേ സ്റ്റേഷനുണ്ട്. ഈ വീടുമായിട്ട് ബന്ധപ്പെട്ട ടൗൺ ഏരിയയിലെ CCTVകൾ പരിശോധിക്കുന്നുണ്ട്. അത് ഈ മാസം ആദ്യമാണ് പുറത്തിറങ്ങിയത്. ഇല്ല, സോഫാർ നമുക്കൊന്നും കിട്ടിയിട്ടില്ല. ഇല്ല, വിജയകുമാറിന്റെ പരാതിയൊന്നും അങ്ങനെയൊന്നും ലഭ്യമായിട്ടൊന്നുമില്ല. ഓക്കെ, താങ്ക് യു.
അപ്പോൾ കൃത്യമായ ഒരു ധാരണ പോലീസിന് ലഭിച്ചിട്ടുണ്ട് ഈ ഒരു കേസിൽ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. വളരെ വികൃതമായ രീതിയിലാണ് രണ്ടാളുടെയും മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. മുഖമെല്ലാം വളരെ വികൃതമായ രീതിയിലാണ് കണ്ടതെന്നാണ് നമുക്ക് സാക്ഷികളെല്ലാം തന്നെ നൽകിയ മൊഴി. വളരെ വളരെ ദാരുണമാണ്. ഒരിക്കലും പ്രതീക്ഷിക്കാതെ അല്ല. നമ്മൾ 8:45 ഞാനിവിടെ വരുമ്പോൾ ഇവിടെ നാട്ടുകാർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓടി വരുന്നത്. അപ്പോൾ ഇവിടെ ഈ പുറത്ത് ഇവിടെ ജോലി ചെയ്യുന്ന സ്ത്രീയും അതുപോലെ തന്നെ ഇവിടുത്തെ കെയർ ടേക്കറും നിൽക്കുന്ന കണ്ടു. അവരോട് ചോദിച്ച് അകത്തോട്ട് കയറി നോക്കിയപ്പോൾ വളരെ ദാരുണമായ രീതിയിലാണ് കണ്ടപ്പോൾ ആ അകത്ത് വിജയകുമാർ സാർ അവിടെ കിടക്കുന്നതാണ് ഞാൻ കാണാൻ സാധിച്ചത്. അപ്പം മുഖത്ത് വ്യക്തമായും ചെറുതായിട്ട് കാണാൻ സാധിച്ചു. അകത്തോട്ട് കയറിയില്ല, ഞാൻ സൈഡിൽ നിന്നാണ് നോക്കിയത്. കാരണം പോലീസിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായി നമ്മളതിൻ്റെ അകത്ത് കയറി കൂടുതൽ കാര്യങ്ങൾ നോക്കാതിരിക്കാൻ വേണ്ടി തന്നെയാണ് സൈഡിൽ നോക്കിയപ്പോൾ തന്നെ വല്ലാത്ത രീതിയിൽ കിടക്കുന്നതാണ് കാണാൻ സാധിച്ചത്. ആയുധങ്ങൾ വിജയകുമാർ സാറിൻ്റെ അല്ല, അപ്പുറത്തെ വൈഫ് വേറെ മുറിയിലാണ് കിടന്നത്, മീരച്ചേച്ചി. അവിടെ ഒരു കോടാലി അവിടെ ഉണ്ടായിരുന്നു. അതിനെപ്പറ്റി നാട്ടുകാർ പറയുന്നുണ്ട്. എനിക്ക് കൃത്യമായിട്ട് അറിയുന്നില്ല. കാരണം സാർ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ വിജയകുമാർ സാറിനെ വിളിച്ച് പറയേണ്ടതാണ്. അങ്ങനെ ഒരു ബന്ധമുള്ളതാണ്. കൗൺസിലർ എന്ന നിലയിൽ ഇവിടെ ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ എന്നെ വിളിച്ചറിയിക്കുന്നതാണ്. പക്ഷേ നേരത്തെ ഇങ്ങനെ ഒരു മോഷണം നടന്നതുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ പോലീസ് പരാതി കൊടുക്കുകയും അത് പോലീസ് ആ പരാതിക്കാരൻ എന്ന് പറയുന്ന ആസാം സ്വദേശിയെ പിടിക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുള്ളതാണ്. അതിൻ്റെ കൃത്യമായി ഒന്നും തന്നെ അറിയത്തില്ല. ഗൗതം എന്നാണ് മകൻ്റെ പേരും. ഗൗതത്തെ എനിക്കറിയാവുന്നതാണ്, ആ കുട്ടിയാണ്. പക്ഷേ അങ്ങനെ ഒരു ബാക്കി അന്ന് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു എന്നൊക്കെ നമുക്കറിയാം. അതിൻ്റെ അപ്പുറത്തോട്ടുള്ള കാര്യങ്ങൾ അറിയത്തില്ല. വിജയകുമാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു CBI അന്വേഷണം വേണം, അത്തരത്തിലേക്ക് നടന്നാൽ മാത്രം എന്താണ് നടന്നതെന്ന് അറിയാൻ കഴിയുള്ളൂ. അല്ല, അന്ന് ഈ മരണം നടന്ന സമയത്ത് ഞാൻ MLA ആയിട്ടും അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന ശ്രീ രമേശ് ചെന്നിത്തലയായിട്ടൊക്കെ ഞാൻ അന്ന് ഈ വീട്ടിൽ വരികയും ചെയ്തിട്ടുള്ളതാണ്. അന്ന് അവരെല്ലാം തന്നെ ഈ വീട്ടിൽ വന്ന് സംസാരിച്ചിട്ടുള്ളതാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ആശങ്കകൾ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് അധികം എനിക്ക് തോന്നുന്നു ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച കേസാണത്. അവിടം വരെയൊക്കെ എനിക്കറിയാമായിരുന്നു. അന്ന് അതിനെപ്പറ്റി അദ്ദേഹം സംസാരിക്കാൻ ഭയങ്കര വിഷമങ്ങളുണ്ടായിരുന്നു. മകൻ മരിച്ചതായിട്ട് ബന്ധപ്പെട്ട സ്വാഭാവികം. CC ക്യാമറ വളരെയധികം ഉള്ളൊരു വീടാണിത്. നമുക്കിവിടെ നോക്കിയാൽ അറിയാം. ഇത് നമുക്ക് ഗേറ്റ് തന്നെ ഓട്ടോമാറ്റിക് ഗേറ്റാണുള്ളത്. വളരെ ആർക്കും അങ്ങനെ സാധാരണ ഒരാൾക്കും വീട്ടിൽ കയറാൻ പറ്റാത്ത ഒരു സാഹചര്യമുള്ളൊരു വീടാണ്. പിന്നെ ഇതെങ്ങനെ കയറിയെന്ന് അറിയത്തില്ല. ക്യാമറ ഉണ്ട്, പക്ഷേ അതിൻ്റെ DVR ഇപ്പോൾ കാണുന്നില്ല എന്നാണ് ഇപ്പം പോലീസുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്. തുടർന്നുള്ള നടപടിക്രമങ്ങൾ എന്താണ് എന്നുള്ളത് ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്നതാണ്.